Hi, hello, my people. My name is Iris. Oh shit. Hi, hello, my people. My name is Iris, and welcome back to my YouTube video. So, I am going to start a new series, which is the Vlogmas, obviously, കാരണം it's Christmas. അപ്പോൾ എൻ്റെ ഫസ്റ്റ് വ്ളോഗ്മസ് എപ്പിസോഡ് ഇസ് ലൈക്ക് മൈ ക്രിസ്മസ് ഹാൾ. ഞാൻ ക്രിസ്മസിന് മേടിച്ച എൻ്റെ ഔട്ട്ഫിറ്റ്സ്. ഇറ്റ്സ് ലൈക്ക് ദറ്റ് ഞാൻ ഓട്ടം ഹോൾ ചെയ്തില്ലേ, അതുപോലെ സെയിം ക്രിസ്മസ് ഹാൾ. അതാണ് എൻ്റെ ഇന്നത്തെ കോണ്ടന്റ്. ആൻഡ് വി ആർ ഹാവിങ് എ PJ പാർട്ടി. അപ്പോൾ ഈ വീഡിയോ ഭയങ്കര ലോങ് ആവുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി യുനോ അപ്ലോഡഡ് ആസ് ദ നെക്സ്റ്റ് എപ്പിസോഡ്, അല്ലെങ്കിൽ ഒറ്റ എപ്പിസോഡിൽ ഞാൻ ഇടും. സോ ഞാൻ ഈ പ്രാവശ്യം ക്രിസ്മസിന് മേടിച്ച സാധനങ്ങളൊക്കെ കാണിച്ചു തരാം. ഐ മീൻ മൈ ഔട്ട്ഫിറ്റ്സ്, പിന്നെ മൈ ഡെക്കോർ, എവറിത്തിങ്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻടു ദ വീഡിയോ. എനിക്ക് എൻ്റെ ഹെയർ സ്റ്റൈൽ ഇഷ്ടപ്പെട്ടില്ല. സംതിങ് വാസ് റോങ് വിത്ത് മൈ ഹെയർ സ്റ്റൈൽ. എനിക്കറിയില്ല, എന്തോ എൻ്റെ മുഖം ഡസൻ ലുക്ക് ഗുഡ്. സോ ഞാൻ ചെറിയൊരു ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്തു. ഞാൻ കേൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ മുടി, അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ കെട്ടി വെച്ചു. ഓക്കെ, സോ come on. ഇനി ഓൾവേസ് ഐ ഹാവ് എ ഇൻട്രപ്ഷൻ ഇൻ മൈ ഇൻട്രോ. അപ്പോൾ come on guys. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എൻ്റെ ഔട്ട്ഫിറ്റ്സ് ഒക്കെ കാണിച്ചു തരാം. സോ ദിസ് ഇസ് ലൈക്ക് മൈ ഫസ്റ്റ് ക്രിസ്മസ് ഔട്ട്ഫിറ്റ്. ഉള്ളിലല്ല, ഈ ഒരു കോട്ട്, ഇതാണ് എൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. ഉള്ളിൽ വേറൊരു ഡ്രസ്സ് ഉണ്ട്, അതും ക്രിസ്മസ് ഡ്രസ്സ് തന്നെയാണ്. ലൈക്ക് ദർ ഇസ് നത്തിങ് സോ മച്ച് അബൌട്ട് ദ ഡ്രസ്സ്. കാരണം അതൊരു സാധാ സിമ്പിൾ ജീൻസിൻ്റെ ടോപ്പ്, അല്ലെങ്കിൽ ഒരു ലൈക്ക് സാധാ സ്കേർട്ടിന് ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. ദിസ് ഇസ് സംതിങ് വിച്ച് ഇസ് എക്സ്ട്രാ. ഒരു ഫർ ബ്രൗൺ കോട്ട്. ഐ ക്യാൻ സ്റ്റൈൽ എനിവേ. കുറേ ലൈക്ക് രീതിയിൽ എനിക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. ഞാനിന്ന് ഉണ്ടാക്കിയ കോൾഡ് കോഫിയാണ്, ആൻഡ് ഇറ്റ് ടേസ്റ്റ് ഗുഡ്. പക്ഷേ മധുരം ഇട്ടിട്ടില്ല. പക്ഷേ എനിക്കിപ്പോൾ മധുരം ഇടാതെ കഴിച്ച് എനിക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങി. സീരിയസ്ലി, എനിക്ക് കുറേ ആൾക്കാർ പറയുമ്പോൾ പിന്നെയെന്ന് പറയും, പക്ഷേ ഐ ആം യൂസ് ടു ഇറ്റ്. കാരണം ഞാനിപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയിട്ട് 15 days 2 weeks കഴിഞ്ഞു മധുരം കഴിക്കാതെ. സോ ഐ എം യൂസ് ടു ദ ടേസ്റ്റ്. ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഐ നോ ദിസ് ഇസ് വെരി ക്രിസ്മസി ബിക്കോസ് ഫസ്റ്റ് ഓഫ് ഓൾ കളർ ഭയങ്കര ക്രിസ്മസി കളറാണ്. ഇതിങ്ങനെ ബട്ടൺ ചെയ്യണം. ആൻഡ് ലെങ്ത് ഉണ്ട്. ഐ തിങ്ക് ഇറ്റ് ഇസ് ബിലോ മൈ ഹിപ്പ്. ആൻഡ് ഇവിടെ ഒരു കർവ്ഡ് ഡീറ്റെയിലും ഉണ്ട്. സോ ഇറ്റ് ലുക്സ് നൈസ്. ഇറ്റ് ലുക്ക് നൈസ് ഇൻ മൈ ബോഡി. കണ്ടോ, ഇതാണ് ഔട്ട്ഫിറ്റ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. ഐ എം സോ എക്സൈറ്റഡ് ടു വെയർ ദിസ്. ഞാൻ ഇത് എവിടെ ഇടണമെന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. റാൽഫ് ലോറൻ അവിടെ പോകുമ്പോൾ ഇടാനുള്ള ഔട്ട്ഫിറ്റാണിത്. സോ ദിസ് ഇസ് ദാറ്റ് ഔട്ട്ഫിറ്റ്. ഞാൻ ലിപ്സ്റ്റിക് ഷെയ്ഡൊന്ന് മാറ്റി. കാരണം എന്തോ സംതിങ് ലൈറ്റിംഗ് ആണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട് എനിക്ക്. എന്നിട്ടും എനിക്ക് ഇഷ്ടമായില്ല. പിന്നെ ഐ ഡിസൈഡഡ് ടു മൂവ് ഓൺ വിത്ത് വാട്ട് ഐ ഹാവ്. ഓക്കെ, സോ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. ഇതൊരു സിമ്പിൾ സാറ്റിൻ ഷർട്ടാണ്. ഇറ്റ്സ് നത്തിങ് ബിഗ് അബൌട്ട് ഇറ്റ്. ക്രിസ്മസ് ആയതുകൊണ്ട് ഒരു ഗ്ലോസി കൈൻഡ് ഓഫ് സാധനം എനിക്ക് വേണമായിരുന്നു. അതുകൊണ്ട് ഐ ടുക്ക് ദിസ്. ഇത് ഞാൻ പ്രൈമാർക്കിൽ നിന്ന് മേടിച്ചത്. ബാക്കി രണ്ടും ഞാൻ ഷീനിൽ നിന്ന് മേടിച്ചതാണ്. ഒരു ട്രെഞ്ച് കോട്ട് എടുത്തു ബിക്കോസ് ഇറ്റ്സ് ക്രിസ്മസ്. എല്ലാത്തിൻ്റെ കൂടെ പെയർ ചെയ്യാം. എനിക്കിഷ്ടമാണ് ട്രെഞ്ച് കോട്ട് ഇടാൻ. ലൈക്ക് നമ്മളെന്ത് ഇപ്പോൾ എനിക്ക് ജാക്കറ്റ് ഇടാൻ ഇഷ്ടമല്ല. സോ ജാക്കറ്റിന് പകരം ട്രെഞ്ച് കോട്ട് ഇട്ടാൽ ഇറ്റ് വിൽ ബി മോർ സ്റ്റൈലിഷ്. പ്ലസ് നമുക്ക് ആ ഒരു വാം ഫീലും കിട്ടും. സോ ട്രെഞ്ച് കോട്ട്. പിന്നെ ഞാൻ ഈ ഒരു മെഷ് ടോപ്പ് എടുത്തു എന്തെങ്കിലും മേലെ ഇടാനായിട്ട്. ലൈക്ക് ക്രിസ്മസ് ഇസ് ഓൾ അബൌട്ട് ദറ്റ് ഗ്ലോസി ഗ്ലിറ്ററി ആ കൈൻഡ് ഓഫ് ഫീലാണ്. അപ്പം ഞാൻ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ് എപ്പോഴും എൻ്റെ ഇങ്ങനെ ഒരു കുറച്ച് എക്സ്ട്രാ ആക്കും. അല്ലെങ്കിലും എൻ്റെ എല്ലാ ഔട്ട്ഫിറ്റ്സും കുറച്ച് എക്സ്ട്രാ ആണ്. സോ ക്രിസ്മസ് ഔട്ട്ഫിറ്റ്സ് എസ്പെഷ്യലി ഞാൻ ഭയങ്കര എക്സ്ട്രാ ആക്കും.
അതാണ് ഞാൻ എല്ലാം ഇങ്ങനെ ഒരു ഗ്ലിറ്റർ കൈൻഡ് ഓഫ് സാധനം എടുക്കുന്നത്. സോ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ആൻഡ് ഈ സൈഡ് സംസാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഐ ഡിഡ് ലൈക്ക് മൈ ദി അതർ സൈഡ് പ്രൊഫൈൽ ടുഡേ. എനിക്ക് ഇങ്ങനെ നിന്ന് സംസാരിച്ചിട്ട് എന്തോ എനിക്ക് എന്നെ തന്നെ ഇഷ്ടമായില്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നിന്ന് സംസാരിക്കുന്നത്. മൈ കോൺഫിഡൻസ് അതിന് വേണ്ടിയിട്ട്. ബിക്കോസ് ഐ ലൈക്ക് ദിസ് സൈഡ് പ്രൊഫൈൽ ടുഡേ. ഈ സൈഡ് ക്യൂട്ട് ഇഷ്ടമായില്ല. നേരെ നിന്നിട്ട് എനിക്ക് തീരെ ഇഷ്ടമായില്ല. എന്താണെന്നറിയില്ല. ഐ ഡോണ്ട് നോ. എവറിത്തിങ് ഇസ് മെസ്ഡ് അപ്പ് ബട്ട് ഇറ്റ്സ് ഓക്കെ. ആൻഡ് ഐ ടുക്ക് എ റെഡ് സ്കാർഫ് ബിക്കോസ് ക്രിസ്മസിന് ഇപ്പോൾ ഞാൻ എന്തിട്ടാലും ഒരു റെഡ് സ്കാർഫ് പെയർ ചെയ്താൽ, ഇപ്പം ഞാൻ ചുമ്മാ പുറത്ത് പോയാണെങ്കിലും ഇഫ് ഐ എം വെയറിങ് ദ റെഡ് സ്കാർഫ് ഇറ്റ് വിൽ ബി ഹായ് ക്രിസ്മസ്, ആ ഒരു വൈബ് കിട്ടാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഈസ് നോട്ട് മൈ നെയിൽസ് ഡൺ. ഞാൻ നെയിൽസ് ചെയ്തതല്ല, സ്റ്റിക്ക് ഓൺസ് ആണ്. ബിക്കോസ് എന്നെ പിടിച്ചു. കേരളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ നെയിൽസ് ചെയ്യാൻ പാടില്ല. ഷോർട്ട് നെയിൽസ് ചെയ്യാം. ചില ആൾക്കാർക്ക് കുഴപ്പമില്ല, ചില ആൾക്കാർക്ക് ഭയങ്കര കുഴപ്പമുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന ഹോമിൽ പ്രശ്നമുണ്ട്. അതുകൊണ്ട് എനിക്ക് നെയിൽസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സ്റ്റിക്ക് ഓൺസ് വെച്ചു. ഐ ലൈക്ക് ദിസ്. ഞാൻ ഇപ്പുറത്തെ സൈഡിൽ വെച്ചിട്ടില്ല, കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെക്കാൻ ബുദ്ധിമുട്ടാണ്. സോ സ്കാർഫ്. ആൻഡ് ആഫ്റ്റർ സ്കാർഫ് ഞാൻ ഒരു മിനി സ്കേർട്ട് എടുത്തു. ഞാനിത് എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ റിഗ്രറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഇറ്റ് ലുക്സ് ലൈക്ക് മൈ സ്കൂൾ യൂണിഫോം. ചിന്മയ പഠിച്ചവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും ഞാൻ എന്തിനാ എടുത്തതെന്നായിപ്പോയി. പിന്നെ മാത്രമല്ല ദിസ് ഈസ് നോട്ട് മൈ സൈസ്. എനിക്ക് ചെറുതാ. അപ്പം ഞാൻ ഇനി വണ്ണം കുറച്ചിട്ട് വേണം ഇത് ഇടാൻ. എനിക്കിത് ഇടാൻ പറ്റില്ല, വണ്ണം കുറയ്ക്കണം അവരെ. ആൻഡ് ഞാൻ ഈ ഒരു സ്റ്റോക്കിംഗ് മേടിച്ചു. ഐ തിങ്ക് ഇറ്റ് വിൽ ലുക്ക് ഗുഡ്. പിന്നെ ആൻഡ് ദെൻ ഒരു എന്താ പറയാ, ഒരു ലേസ് പാന്റ് ആണ്. പക്ഷേ അതിൻ്റെ അടിയിൽ ഒരു ഷോർട്ട് പോലത്തെ ലൈൻ വരുന്നുണ്ട്. സോ ഇറ്റ് ലുക്ക് ഗുഡ്. എനിക്ക് ഇട്ട് ഭയങ്കര ഇഷ്ടമായി. സോ ദസ്. ഇനി എനിക്ക് പെർഫെക്റ്റ് ട്രെഞ്ച് കോട്ട് ഉണ്ടായിരുന്നു. ബട്ട് ഐ കാൻറ്റ് ഫൈൻഡ് ഇറ്റ് അറ്റ് ദ മൊമെന്റ്. ഞാൻ തപ്പട്ടെ. ഞാൻ പറഞ്ഞില്ല, ട്രെഞ്ച് കോട്ട് കാണുന്നില്ല എന്നല്ല, ഇവിടെ എവിടെയോ ഉണ്ട്. ഐ മീൻ ഉള്ളിൽ എവിടെയാണെന്ന് തോന്നുന്നു. സോ ഞാൻ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യുമ്പോൾ കാണാം. ഞാൻ ഒന്നുകൂടെ തപ്പട്ടെ. യെസ്, കിട്ടി ഗൈസ്. ഇതാണ് പേർപ്പിൾ ട്രെഞ്ച് കോട്ട്. ഞാൻ പാൻറ്റിൻ്റെയൊക്കെ സെക്ഷനിൽ വെച്ചേക്കുമായിരുന്നു. ഞാൻ യൂഷ്വലി ഇത് ഞാൻ ഹാങ് ചെയ്തിരുന്ന ഡ്രസ്സാണ്. താഴെ ലൈക്ക് ടോപ്പ്, അതിന് താഴെ സ്കേർട്ട് പാൻറ്റിലാണ്. അപ്പോൾ അവിടെ വെച്ചേക്കാൻ സ്ഥലം അയ്യാൻ ചെയ്താൽ ഇട്ട് കാണിക്കാം. ഇട്ട് കാണിക്കാമെന്ന് വയ്യ. സോ ദിസ് ഇസ് ദാറ്റ് ട്രെഞ്ച് കോട്ട്. ഓക്കെ, സോ ദ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് അടുത്ത സാധനം. ആൻഡ് ഐ ഗോട്ട് ദിസ് ഫോർ ബ്ലാക്ക് ഫ്രൈഡേ സെയിൽ. പൊടി പിടിച്ച് ഞാൻ മേടിച്ചിട്ട് ഇട്ടിട്ടില്ല. ആൻഡ് ഐ ലവ് ദ കളർ ഓഫ് ദ ഷൂസ്. ഇതാണ് എൻ്റെ ഷൂ. അടുത്തത് ഐ നോ ഇറ്റ്സ് വിന്റർ ബട്ട് സ്റ്റിൽ ഞാൻ ഇവിടെ വന്നിട്ട് നല്ലൊരു ഹീൽസ് മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. സോ got them golden heels and this is from River Island. ഇതും എനിക്കൊരു ബ്ലാക്ക് ഫ്രൈഡേ ഓഫർ പ്രൈസിന് കിട്ടിയതാണ്. and it looks good. ആക്ച്വലി സ്പീക്കിംഗ്, ഞാൻ ഈ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടെന്ന്. ഞാൻ ഈ ക്രിസ്മസിന് വേണ്ടി പർച്ചേസ് ചെയ്തതിൽ മേജർ കാര്യങ്ങളായിരുന്നു ഹീൽസും ഷൂസും. ബാക്കിയെല്ലാം ഞാൻ ഷീനെന്നും പിന്നെ എവിടെ നിന്നാ പ്രൈമാർക്ക് എന്നൊക്കെ മേടിച്ചതാണ്. ഷീൻ ആൻഡ് പ്രൈമാർക്ക്. ലൈക്ക് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊന്നുമല്ല. ഇതാണ് ആക്ച്വലി ഞാൻ ലൈക്ക് ബിഗ് പർച്ചേസ് ഫോർ ക്രിസ്മസ് എന്ന് പറയാനായിട്ട് ഷൂസും ഹീൽസും ആയിരുന്നു. പക്ഷേ ഞാനത് മറന്നുപോയി, എന്താ അറിയില്ല. ഇനി ഞാൻ ക്രിസ്മസിന് കുറച്ച് ഡെക്കോറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കാണിച്ചുതരാം. ലൈക്ക് നോട്ട് ടു മച്ച്, ഇങ്ങനെ ഭയങ്കര കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ, ക്യൂട്ട് സാധനങ്ങളൊക്കെ. ദിസ് ഇസ് ദ ഫസ്റ്റ് വൺ. ക്യാൻഡിൽസ്, ഗോൾഡൻ ക്യാൻഡിൽസ് ആണ്. അപ്പോൾ എനിക്ക് ഇഷ്ടമായി. ഞാൻ ക്യാൻഡിൽ മേടിക്കാൻ കാരണം ഞാൻ ഒരു പ്രിട്ടി ക്യാൻഡിൽ ഹോൾഡർ കണ്ടു. എനിക്കിതിഷ്ടമായി. ഒരു ട്രീ കൈൻഡ് സാധനം. എന്നിട്ട് അതിൻ്റെ പൊക്കത്ത് നമുക്ക് ഗോൾഡൻ ക്യാൻഡിൽസ് വയ്ക്കാം. സോ ഇത് ഞാൻ മേടിച്ചു. ആൻഡ് ഞാൻ 2 മഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു ക്രിസ്മസിന്. ക്യൂട്ടല്ലേ? ഇത് പക്ഷേ സ്മൈലിൻ പെയിനാന്ന് തോന്നുന്നു. ഇങ്ങനെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായി. ദിസ് ഇസ് സോ ക്യൂട്ട്. ഇങ്ങനെ ചായ കുടിക്കാം.
Santa tell me. ഇതാണ് സെക്കൻഡ് വർക്ക്. ആൻഡ് എനിക്ക് ക്രിസ്മസിന് ഒരു ക്യൂട്ട് ഗിഫ്റ്റ് കിട്ടി ഫ്രം മൈ ക്ലോസ് ഫ്രണ്ട്. എൻ്റെ നെയ്ബർ ആണ്, എൻ്റെ നെയ്ബർ ആയിരുന്നു, പക്ഷെ ഇപ്പം എൻ്റെ നല്ല ഫ്രണ്ടാണ്. സോ ഹർ നെയിം ഇസ് ഐറിൻ ആൻഡ് ഐ വിൽ ഷോ യു what I got. ഭയങ്കര ക്യൂട്ട് സാധനം. എനിക്ക് ഭയങ്കര സർപ്രൈസ്ഡ് ആയിട്ട് എനിക്ക് കിട്ടിയതാണ്. ഹാപ്പി ക്രിസ്മസ് എന്ന് പറഞ്ഞ് എനിക്ക് തന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അപ്പോൾ ഞാൻ ആ സാധനം എന്താണെന്ന് കാണിച്ചു തരാം. ദിസ് ഇസ് ദ തിങ്. ഇതൊരു ചെയിനാണ്. ഇറ്റ് ലുക്സ് സോ ക്യൂട്ട്. തുറക്കാം. തന്നെ തുറക്കാൻ പറ്റാത്ത ചെയ്യും. കാരണം എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ബോ ഭയങ്കര ഇഷ്ടമാണ്. അതെനിക്ക് മേടിച്ചത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നമുക്കിടാം. നോക്കൂ ഗൈസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായി. ഐ ലവ്ഡ് ഇറ്റ്. ഓക്കെ, സോ വൺ മോർ സാധനം ഉണ്ടായിരുന്നു ഇവിടെ. എൻ്റെ ആ ഒരു ടേബിളിൽ ലൈക്ക് അറേഞ്ച് ചെയ്ത് വെക്കാനാണ്. പിന്നെ ഹാളിലത്തെ സാധനങ്ങൾ ഞാൻ ക്രിസ്മസ് ഇപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കും ക്രിസ്മസ് ട്രീ സെറ്റ് ചെയ്യുന്ന, അപ്പോൾ ഞാൻ എല്ലാം കാണിച്ചു തരാം. യാ, ദിസ് ഇസ് വൺ ബാഗ് ഐ ടുക്ക്. അഗൈൻ ഗ്ലിറ്ററി. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ഇങ്ങനത്തെ സാധനത്തിനോടൊരു ഇഷ്ടം ഉണ്ട്. യാ, ദ ഗോൾഡൻ വൺ. ദാറ്റ്സ് ഇറ്റ്. എനിക്കിപ്പോൾ എൻ്റെ എന്താ പറയുക, ലൈക്ക് പെട്ടെന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റിയത് ഇത്രേ ഉള്ളൂ. ബാക്കി സാധനങ്ങളൊക്കെ എൻ്റെ ഇൻസ്റ്റയിൽ കാണും. എൻ്റെ ഫേവറേറ്റ് സീസണാണ് ക്രിസ്മസ് ആകുമ്പോൾ ഞാനിങ്ങനെ വെറുതെ എക്സൈറ്റഡ് ആവും. ബട്ട് വീട്ടിലല്ലാത്തതിൻ്റെ വിഷമം എനിക്ക് ഭയങ്കരമായിട്ടുണ്ട്. പിന്നെ ഈ പ്രാവശ്യം ഇറ്റ് ഈസ് ഗോണ ബി മൈ ഡ്രീം ക്രിസ്മസ് ബിക്കോസ് ബാക്ക് ഹോം ഞാൻ എപ്പോഴും ഇങ്ങനെ ലണ്ടനിലെ ക്രിസ്മസ് ലൈറ്റ്സ് ഒക്കെ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കൊതിച്ചിരിക്കുമായിരുന്നു. അയ്യോ പോകണം, എപ്പോഴാണ് ഇതൊക്കെ കാണാൻ പറ്റുക. ബട്ട് ഐ കുഡ് മേക്ക് ഇറ്റ്. ഐ എം സോ ഗ്രേറ്റ്ഫുൾ. അങ്ങനെ എനിക്കിവിടെ വരാൻ പറ്റിയതിനും ഇങ്ങനെ ലൈക്ക് എന്താ പറയുക, ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയതിലൊക്കെ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ടു ഗോഡ്. ഐ മീൻ ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ടു മൈ പേരൻസ്. എനിക്കിങ്ങനെ ഇവിടെ വരാനുള്ള ഓപ്പർച്യൂണിറ്റി ഒബ്വിയസ്ലി അവർ കാരണമാണ് എനിക്ക് ഉണ്ടായത്. സോ താങ്ക് യു എവ്രി വൺ. ഐ മീൻ താങ്ക് യു മൈ പേരൻസ്. ഒബ്വിയസ്ലി ഞാൻ അവരെ ഒത്തിരി മിസ് ചെയ്യേണ്ടി ഈ ക്രിസ്മസിൽ. ബിക്കോസ് വീട്ടിൽ ആ ഒരു വൈബ് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ കിട്ടില്ല. ഇവിടെ വേറെ കുറേ കാര്യങ്ങളുണ്ട്, ബട്ട് സ്റ്റിൽ വീട്ടിൽ ആ ഒരു ഹാപ്പിനെസ് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഇല്ല. സോ ഇനി നമുക്ക് ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്യാം. കം ഓൺ. സോ ഇതാണ് ബിഫോർ ലുക്ക് ഞങ്ങളുടെ ലോഞ്ചിൻ്റെ, ആൻഡ് ഇതാണ് ആഫ്റ്റർ ലുക്ക്. ഞാൻ എൻ്റെ മനസ്സിൽ കണ്ടതിനേക്കാളും അടിപൊളിയായിട്ട് വന്നു. ഇറ്റ് വാസ് ഫൺ സെറ്റിംഗ് ദ ക്രിസ്മസ് ട്രീ. നല്ല രസമുള്ള പരിപാടിയായിരുന്നു. എല്ലാവരും കൂടി ലൈറ്റ്സൊക്കെ ഇട്ട് കുഞ്ഞു കുഞ്ഞു ബോൾസൊക്കെ ട്രീയിൽ ഹാങ് ചെയ്തു. അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ഇറ്റ്. ലൈക്ക് ഐ ഓൾവേസ് വാണ്ടഡ് ടു ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം, ഈ ഒരു വ്ളോഗ്മസ് സീരീസ് എടുക്കണം. ഐ ഓൾവേസ് വാണ്ട് ടു ഡു ഇറ്റ്. ഐ കുഡ് മേക്ക് ഇറ്റ് ബട്ട് ഞാൻ പ്ലാൻ ചെയ്ത ആ ഒരു പെർഫെക്റ്റ് വേയിൽ അല്ലെങ്കിലും സ്റ്റിൽ ഐ കുഡ് മേക്ക് ഇറ്റ്. സോ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് മൈ വീഡിയോ. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് വ്ളോഗ്മസിൽ ഇടാൻ പറ്റിയ ഐഡിയാസ് ഇഫ് യു ഗൈസ് ഞാനിങ്ങനെ ഇത് ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു കമൻറ്റ് ഡൗൺ ബിലോ. ഞാൻ അത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. ആൻഡ് സോ മെറി ക്രിസ്മസ് എവ്രിവൺ. La 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 la
ആൻഡ് ഇത് കണ്ടോ, ദിസ് ഇസ് മൈ ക്രിസ്മസ് ഫ്രണ്ട്. ഇതെൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റാണ്. സീക്രട്ട് സാന്റ എടുത്തായിരുന്നു ഞങ്ങൾ. ഇതാണ് എൻ്റെ ക്രിസ്മസ് ഫ്രണ്ടിനുള്ള ഗിഫ്റ്റ്. ഞാൻ എന്താണെന്ന് കാണിച്ചിട്ടില്ല ബിക്കോസ് ഞാനത് റാപ്പ് ചെയ്യുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ മറന്നുപോയി. സോ വെയിറ്റ് ഫോർ മൈ episode 2 of Vlogmas. So till then, bye bye.